വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ എൻ്റെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത്. അങ്ങനെ ഇന്ന് നമ്മളെല്ലാവരും കൂടി നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അനിയത്തിയുടെ കല്യാണത്തിനാണ് ഈ പോകുന്നത് കേട്ടോ. ചെറുവത്തൂർ തിമിരി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം. ഞങ്ങൾ ഓരോരുത്തർ ഓരോ സ്റ്റോപ്പിൽ നിന്നൊക്കെയാണ് കയറിയത് കേട്ടോ. ഒടുവിൽ ഞങ്ങൾ നടന്നെത്തി, നമ്മൾ ഓഡിറ്റോറിയം ഒക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളിതാ ഏകദേശം ഓഡിറ്റോറിയത്തിൻ്റെ അടുത്തെത്തി. അങ്ങനെ നമ്മളിതാ എൻട്രീൻ്റെ അവിടത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളെ കണ്ടതും അതാ നമ്മുടെ ഫ്രണ്ട് ആതിര ഉണ്ടായിരുന്നു അവിടെ തന്നെ നിൽക്കുന്നത്. ആതിര ഇതാ ചാടി വന്നിട്ടുണ്ട്. ആതിരയോട് സംസാരിച്ച് നമ്മൾ വേഗം ചെന്നത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല ചൂടായിരുന്നു, നല്ല ചൂടും നല്ല വെയിലുമായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും 2 ഗ്ലാസ് വെള്ളം ഇതൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതാ ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും ഫോട്ടോ ഒക്കെ കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ ഹാളിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. ഹാളിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ നല്ല സുഖമുണ്ടായിരുന്നു. അവിടെ AC ആയിരുന്നു, അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ഇരിക്കാൻ നല്ല സുഖം തോന്നി. അങ്ങനെ നമ്മൾ കുറേ സമയം അവിടെ ഇരുന്നു, ഫോട്ടോയൊക്കെ എടുത്തു. അപ്പോഴത്തേക്ക് നമ്മുടെ ചെക്കനും കൂട്ടരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ ചെക്കൻ്റെയും കൂട്ടരുടെയും ഒക്കെ എൻട്രി ആണിത്. ചെക്കനൊക്കെ വന്ന് കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇതാ പെണ്ണ് വരുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ ആതിരയുടെ അനിയത്തിയാണിത്. അപ്പോൾ ഇതാ സുന്ദരി നല്ല സാരിയൊക്കെ കൊടുത്ത് അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. ആതിരയുണ്ട് പുറകിൽ, ആതിരേൻ്റെ മോളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ സ്റ്റേജിലെത്തി, എല്ലാവരെയും നമസ്കരിച്ചിട്ട് പിന്നെ താലികെട്ടിൻ്റെ ഓരോ ചടങ്ങുകളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ചെക്കൻ വന്നു. പിന്നെ ഇതാ താലികെട്ടലും മാലയിടലും അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്, അവരുടെ ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. നമ്മൾ പുറത്ത് വന്ന് കുറച്ച് സമയം വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുക്കും, സ്വാഭാവികമാണല്ലോ. അത് കഴിഞ്ഞ് നമ്മളിതാ ചെക്കനൊരു പെണ്ണിനും ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ ഫ്രെയിമൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളാക്കിയതാണിത്. അപ്പോൾ ഇത് കൊടുത്തിട്ട് നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോകാമെന്നുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ഓരോരുത്തർ ഇങ്ങനെ ഫോട്ടോ എടുക്കുകയാണല്ലോ. അങ്ങനെ അതൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ നേരെ വന്നത് ഫുഡ് കഴിക്കാനാണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തി നോക്കുമ്പോഴത്തേക്ക് അവിടെയും ഒടുക്കത്തെ തിരക്കായിരുന്നു ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത്. അങ്ങനെ കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നെങ്കിലും നമുക്ക് സീറ്റൊക്കെ വേഗം കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സദ്യയായിരുന്നു. കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ നല്ലൊരു സദ്യ കഴിക്കുന്നത്. എല്ലാ വിഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, 2 തരം പായസം ഉണ്ടായിരുന്നു കേട്ടോ. പാൽപ്പായസവും ഉണ്ടായിരുന്നു, പരിപ്പ് പ്രഥമനും ഉണ്ടായിരുന്നു. നല്ല അടിപൊളി പായസമായിരുന്നു കേട്ടോ. പക്ഷേ പായസത്തിൻ്റെ ഫോട്ടോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളത് കഴിഞ്ഞ് പിന്നെയും കുറേ ഫോട്ടോയും റീൽസും ഒക്കെ എടുത്തതാ. എംനേച്ചി പറയുകയാണ് എന്നെ കൂടി എടുത്തോളൂ, എൻ്റെ യൂട്യൂബിലൊക്കെ ഇടണേ എന്നൊക്കെ പറഞ്ഞ് കുറേ വീഡിയോസൊക്കെ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ടാറ്റാ ബൈ ബൈ ഒക്കെ അതിരോട് പറഞ്ഞിട്ട് മെല്ലെ ഇറങ്ങാനുള്ള പരിപാടിയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് ഇതാ ചെക്കനും പെണ്ണിനും പോകാനുള്ള വണ്ടിയൊക്കെ അവിടെ റെഡി ആയിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ട് പിന്നെ നമ്മൾ നേരെ നടക്കുക ചെയ്തത്. നടക്കുമ്പോഴും ഒടുക്കത്തെ വെയിലായിരുന്നു. പിന്നെ എൻ്റെ കയ്യിലൊരു കുട ഉള്ളതിനെ കൊണ്ട് ഞാനും ചിജി അതിൽ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. ബാക്കി എല്ലാവരും ആ വെയിലും കൊണ്ട് തലയിൽ തുണിയൊക്കെ ഇട്ടിട്ടൊക്കെയാണ് വന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ അവിടെ ചെറുവത്തൂർ ബസ് സ്റ്റാൻഡിലാണ് എത്തിയത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ ബസ്സൊക്കെ കയറി ഓരോരുത്തർ ഓരോ സ്റ്റോപ്പിലൊക്കെ ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കല്യാണ വീഡിയോ ആയിരുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണണ്ടേ. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസൊക്കെ വരുന്നു കേട്ടോ. താങ്ക് യു.